നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് വിശേഷം സുഖമൊക്കെയാണോ? സുഖമായി. ഒരു കാലാവസ്ഥയെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ക്ലൈമറ്റ് എല്ലാം ഇങ്ങനെ ചേഞ്ചായി പെട്ടെന്ന് ചൂടൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒക്കെ ഉണ്ടോ അസ്വസ്ഥതകൾ? എൻ്റെ ഇവിടെ സ്റ്റാഫിനൊക്കെ പലർക്കും വയ്യ. എനിക്ക് എന്തൊക്കെയോ ഒരു ക്ഷീണമോ ഒരു ബുദ്ധിമുട്ടോ ഒത്തിരി സ്ഥലത്ത് പല പനികളുണ്ടെന്നൊക്കെ പറയുന്നു. എല്ലാവരും ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ആരായി പറയുന്നു എന്തോ എനിക്കൊരു സുഖമില്ല, ഒന്നും മേൽക്കാഴിക്കൊന്നുമില്ല, പക്ഷെ എന്തോ ഭയങ്കര രസമില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ ക്ലൈമറ്റ് ഇങ്ങനെ അങ്ങ് ചേഞ്ച് ആയിക്കൊണ്ടിരുന്ന നമ്മൾ എന്നെ ചെയ്യൂലേ. ഇത് നല്ല ബനാറസി സാരി, എല്ലാവർക്കും ഇഷ്ടമുള്ള സാരിയാണ്. ഈ മോഡല് ഞാൻ ആദ്യം കാണിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇതിലെ ഇങ്ങനെ ഇങ്ങോട്ട് അടുത്തുകൊണ്ട് ഒരു ചെക്ക് പോലെയാണ് പോയിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചെക്ക് ഭയങ്കര ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുക. ചെക്കിൻ്റെ പല വിവിധ വിവിധ ഭാവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചെക്ക്, ബൂട്ടാസുള്ള ചെക്ക്, അങ്ങനെ നല്ല രസമായിരിക്കും ഉടുത്തു കഴിഞ്ഞാൽ. രണ്ട് കളറിലായിട്ട് വന്നിരിക്കുന്നത്, ഗ്രീൻ നല്ല ബോട്ടിൽ ഗ്രീനും ചില്ലി റെഡും കോമ്പിനേഷൻ. മുന്താണി ഉണ്ടോ? നല്ല മുന്താണിയല്ലേ. ജക്വാഡ് വീവിങ് വന്നിട്ട് അടിപൊളി. ഒരു ബാവഞ്ചി ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. ബാവഞ്ചി ബോർഡറും ജക്വാഡ് വീവിങ്ങും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു മുന്താണി അല്ലെങ്കിൽ എന്നെ തല്ലിക്കൊല്ലല്ലോ എല്ലാവരും കൂടെ. മുന്താണിയാണല്ലോ, ടാസിലുള്ള മുന്താണി. അതാ പറഞ്ഞാൽ എനിക്കൊരു എന്തോ ഒരു സാധനം വന്നിരിക്കുക. ഇത് അതിപ്പോൾ എപ്പോഴാണ് ഇല്ലാത്തതല്ലേ. ഇത് വരും ബ്ലൗസ്. കണ്ടോ, ഈ ബ്ലൗസിൻ്റെ കൈയൊക്കെ കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇത് ഇങ്ങോട്ട് കാണിച്ച് കൈയുടെ ബോർഡറൊക്കെ ഉണ്ടോ, നല്ല സോഫ്റ്റ്. ഇത് വിസ്കോസാണ്. വിസ്കോസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, തനി വിസ്കോസ് എന്ന് ഒരിക്കലും പറയല്ല, ഞാൻ പറയത്തില്ല. കാരണം തനി വിസ്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ശരീരത്തിൽ കിടന്ന ഒരുമാതിരി പശ പിടിച്ച് കിടക്കുന്ന പോലെ ഇങ്ങനെ അങ്ങ് കിടക്കുന്നു. പക്ഷെ ഒഴുകി പോകുന്ന സാരിയാണ്. പക്ഷെ ഇതങ്ങനല്ല, ഒരു സിൽക്കിയുടെ ഒരു ചെറിയൊരു ടച്ച് ഉണ്ട്, എന്നാൽ വിസ്കോസിൻ്റെ ഒരു ഫീൽസ് ഉണ്ട്. അങ്ങനെ ഒരു ഇതാണ്. സിൽക്കി എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു പൊടിക്ക് കനവെന്നല്ല പറയണ്ടേ, എന്നെ പറഞ്ഞു ഇതുണ്ടോ. ഇതാണ് ഇതിൻ്റെ ഇത്. എടുത്ത് കാണിക്കണമായിരുന്നു. അല്ലേ, അടിപൊളിയല്ലേ, നല്ല രസം കേട്ടോ. കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ. ബഡ്ജറ്റ് റേറ്റേ ഉള്ളൂ. അതായത് ഇപ്പോഴത്തെ ഈ ബനാറസി സാരികൾ ബഡ്ജറ്റ് റേറ്റിൽ വരുന്നതിന് ഭയങ്കര സ്വീകാര്യത ആൾക്കാർക്ക്. 2000-ൻ്റെയും 4000-ൻ്റെയും 10,000-ൻ്റെയും ഒക്കെ കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫംഗ്ഷൻ സാരീസ്, ബനാറസി സാരികൾ ബഡ്ജറ്റ് റേറ്റിൽ വരുന്നത് തന്നെ വാങ്ങിച്ചാൽ മതി. നിങ്ങളെന്നേ ഞാൻ പറയുള്ളൂ. 1399 രൂപയേ ഉള്ളൂ. നോർത്ത് നോക്ക്, ബനാറസി സാരി, വീവിങ് സാരി, ഇത്രയും നല്ല ബോർഡർ, ഇത്രയും നല്ല ബ്ലൗസ് മെറ്റീരിയൽ, ആ വീവിങ്ങിൻ്റെ കൊടുക്കണം നമ്മളല്ലേ. അതിൻ്റെ അടുത്ത കളറ് യെല്ലോ ഗ്രീൻ. ഇത് പിന്നെ എന്തേലും കണ്ടാലും എന്തേലും ഉണ്ടെങ്കിലും മനസ്സിലാകത്തില്ല. ഈ യെല്ലോയും പച്ചയും കോമ്പിനേഷൻ സാരി സ്വന്തമായിട്ടില്ലാത്തവർ വാങ്ങിക്കണേ. ഇത് വാങ്ങിക്കണം എന്നല്ല, എവിടെന്നെങ്കിലും വാങ്ങിച്ചാൽ മതി. സ്വന്തമായിട്ടൊരു സാരി വേണേ. ഇങ്ങനെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മഞ്ഞയും പച്ചയും, എനിക്കറിയത്തില്ല എന്ത് സാധനത്തിനും മഞ്ഞയും പച്ചയ്ക്ക് ഇത്ര ഡിമാൻഡ് ഉണ്ടാകുന്ന എനിക്കറിയത്തേ ഇല്ലായിരുന്നു. അത് നമ്മുടെ ഡ്രസ്സിൻ്റെ ശേഖരത്തിൽ വേണം, അത് ഐശ്വര്യമാണ്. സത്യം ഇതിനകത്ത് യുക്തിപരമായിട്ടൊക്കെ ചിന്തിച്ചാൽ അതിനകത്ത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു ഐശ്വര്യമാണ് ഈ സാരി, സത്യമായിട്ടത് ഉടുത്തു കഴിഞ്ഞാൽ ഒരു ഐശ്വര്യം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മഞ്ഞയ്ക്ക് നമുക്കൊരു ഭയങ്കര പ്രസരിപ്പ് ഫീൽ ഉണ്ടാക്കി തരാൻ ഭയങ്കര ഒരു കഴിവുണ്ടെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. ഇത് ബ്ലൗസ്, മുമ്പത്തെ സാരി തന്നെ, കളർ മാത്രം വ്യത്യാസം, ബാക്കി എല്ലാം സെയിം സ്റ്റഫ്, സെയിം റേറ്റ്, സെയിം, എല്ലാം സെയിം. കണ്ടോ, നല്ല ഭംഗിയല്ലേ. നിങ്ങൾ ഈ സാരി ഇതിപ്പോൾ 4000-ൻ്റെ 5000-ൻ്റെ സാരിയുടെ കൂടെ വെച്ച് കൊണ്ടുപോയാൽ പോലും ഒരിക്കലും ആ ആൾക്കാർ ഒട്ടും അത്രയ്ക്കും ഒരിക്കലും വിചാരിക്കത്തില്ല. നിങ്ങളൊരു 5000-ൻ്റെ സാരി എടുത്ത് വെച്ചാൽ പിടിച്ച് മൈക്രോസ്കോപ്പിൽ കൈ വെച്ച് നോക്കിയാലേ അതിൻ്റെ സ്റ്റഫിലുള്ള വ്യത്യാസം അറിയത്തുള്ളൂ. ഫങ്ഷൻ വെയർ സാരി, ബനാറസി സാരി. ഇനിയിപ്പം ഞാൻ വേറെ മോഡൽ സാരി കാണിക്കാം. നമുക്ക് ചിലർക്ക് ഇങ്ങനത്തെ പട്ടും പട്ടും ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള നെറ്റ്കോട്ട സാരി. നെറ്റ്കോട്ട വിത്ത് ഇങ്ങനെ ഇത് കണ്ടോ, എംബ്രോയ്ഡറി, സ്കാലപ്പ് എല്ലാം ചെയ്ത് അടിപൊളിയായിട്ടുള്ള സാരീസ്. ഒരു എലഗൻറ്റ് ലുക്ക് തരുന്ന ജെറ്റ് ബ്ലാക്ക് സാരി, ബോഡി ഫുള്ള് എംബ്രോയ്ഡറി.
ബ്ലൗസ് വരുമ്പോൾ ഇല്ലേ, ഇതാ ബ്ലൗസ് സെയിം തന്നെയാണ്, സെയിം ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് ബ്ലൗസ്. കയ്യിൽ ഇങ്ങനെ ബോർഡർ ഉണ്ട്, കൈക്ക് വെക്കാൻ ബോഡിയിലും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കുണ്ട്. ആ എംബ്രോയ്ഡറി ചെയ്തതിൻ്റെ നൂലിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. ഒരു എംബ്രോയ്ഡറി ഇങ്ങനെ ചെയ്തേന്ന് അടുത്തേത്തോട്ട് അടുത്ത് അങ്ങനെ പോകുമല്ലേ, അപ്പോൾ അയിത്തേന്നുള്ള ആ ഒരു കട്ട് ചെയ്ത് കളയണം. അതുകൊണ്ടാണ് ഇങ്ങനെ നൂല് നിൽക്കുന്നത് കേട്ടോ. ക്ലിയറായിട്ട് ഇതാ, ഇതാണ് സാരി, നെറ്റ് കോട്ടയാണ്, ഇതാണ് സ്റ്റഫ്. അതിൻ്റെ വേറൊരു കളർ വൈറ്റ്, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് എടുക്കാം, വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് എടുക്കാം. ദേ പുറത്ത് കാണിക്കണം. ഇതിൻ്റെ ഈ ഇവിടെ കണ്ടോ എന്നെ സ്റ്റാൻഡേർഡായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന്. ആ നെറ്റ് കോട്ടയും കൂടെ വരുമ്പോഴത്തേനേ നല്ല പള്ളിയിലൊക്കെ പെരുന്നാളിനൊക്കെ പോകാൻ നല്ലതാണ്, പെരുന്നാളിന് ഉത്സവത്തിന് ഒക്കെ പോകാനായിട്ട് നല്ലതാണ്. ഇനി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഫേവററ്റ് കാണിക്കാം നിങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എനിക്കറിയാം, ഞാൻ ഇങ്ങനത്തെ സാരി കാണിച്ചപ്പോഴെല്ലാം ഇഷ്ടംപോലെ സെയിൽ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ഇങ്ങനത്തെ സാരി കാണിക്കുകയും ചെയ്തു. ആപ്ലിക്ക് വർക്ക് ചെയ്ത നമ്മുടെ മട്ക ടസർ, അതിൻ്റെ സ്റ്റൈലെന്ന് പറയുന്ന ഒരു പ്രത്യേക ഭംഗി, ഭയങ്കര സ്റ്റാൻഡേർഡ് ഫീലാണ് അതിന്. ഇത് കണ്ടോ നോക്ക്, ഇതാണ് ഇത് മുന്താണിയെ വരുന്ന ഈ ഒരു ആപ്ലിക്ക് വർക്കാണ്. ഈ ആപ്ലിക്ക് വർക്കിൽ വന്നിരിക്കുന്ന കളറിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ സാരികളിൽ തമ്മിലുള്ള ഡിഫറൻസ്. എന്നിട്ട് ഇവിടെ ഇപ്പം കൂടുതലായിട്ട് നിൽക്കുന്നത് ഗ്രീനും ഓനിയൻ പിങ്കും ആണല്ലോ. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ ത്രെഡ് വർക്കാണ് ചെയ്തത്, ഹാൻഡ് വർക്ക് ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടുത്തെ കളർ വരും, അതാണ് ബോർഡറായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ബ്ലൗസില്ലേ, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട കാർട്ടലാണ് ഈ ഒരു കളറ് ബ്ലൗസായിട്ട് വരും. നിങ്ങൾ ആ കോമ്പിനേഷൻ ഒന്ന് ചിന്തിച്ച് നോക്ക്, എന്ത് ഭംഗിയായിരിക്കുമെന്ന്. ഒരു നല്ല ഡിസൈനർ സാരിയുടെ നല്ലൊരു എന്നാ പറയുക പകിട്ട്. ഞാനിതൊന്ന് ഉടുത്തത് കാണിക്കാൻ പറ്റുമെന്ന് മാക്സിമം ട്രൈ ചെയ്യാം. വീഡിയോ ആയി വരുന്ന സമയത്തേക്കെങ്കിലും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതാണ് മുന്താണി. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാവേ. ആ കളർ ചേഞ്ചസിനനുസരിച്ച് ബ്ലൗസിൻ്റെ റേഞ്ചിൽ അല്ല, ബ്ലൗസിൻ്റെ കളറിൽ ചേഞ്ചസ് വരും. ആ മട്ക ടസറാണ് സ്റ്റഫ്. മട്ക ടസർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അങ്ങനെ അറിയാവോന്ന് അറിയത്തില്ല, പക്ഷെ ടസറിൻ്റെ സെയിം റിപ്ലിക്ക ഒനിയൻ പിങ്ക്. ഇത് ഇങ്ങനെ ആപ്ലിക്ക് വർക്ക് ചെയ്തിരിക്കുവാണ്. ആ ആപ്ലിക്ക് വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റഫും മട്ക ടസറിൻ്റെ തന്നെ ഇത് കട്ട് ചെയ്തിരിക്കുക. ഇവിടെ വരുമ്പം നല്ല ഡാർക്ക്, എൻ്റെ പേരെന്നാ മസ്റ്റാർഡ് യെല്ലോ. ബ്ലൗസ് വരുമ്പം വേണ്ടേ കണ്ടോ, ബ്ലൗസ് ചെയ്ത് ആ ബ്ലൗസും ഇതും കൂടെ കൂട്ടിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ എന്നാ ഭംഗിയായിരിക്കും. നിങ്ങളൊന്ന് എടുത്തിട്ട് നോക്കണം. എന്നിട്ട് ഇതിന് നല്ല മുത്ത് പേള് അങ്ങനത്തെ മാലയ്ക്കില്ലേ, സ്വർണം കെട്ടിയ പേളോ സ്വർണം കെട്ടാത്ത പേളോ വെറും മുത്തുമാലയോ ഒക്കെ വാങ്ങിച്ചിട്ടാൽ മതി. ഇപ്പം നമ്മൾ കണ്ടത് യെല്ലോ അല്ലേ, ഇവിടെ തിരിച്ചു വന്നു, ഇവിടെ ഗ്രീൻ വന്നു, ഇവിടെ മസ്റ്റാർഡ് യെല്ലോ വന്നു. ബ്ലൗസ് വരുമ്പോൾ ഗ്രീൻ വരും. അപ്പോൾ ഇവിടുത്തെ ബോർഡറിലും ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഗ്രീൻ കൊണ്ട് തന്നെയാണ്. ബ്ലൗസിൻ്റെ അറ്റത്തും ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി എന്ത് രസമായിരിക്കുമെന്ന്. ആ ടസറിൻ്റെ ഫീലും നല്ല വില പൊട്ടിപ്പുള്ള സാരിയായിട്ട് ഫീൽ ചെയ്യും. സ്റ്റാൻഡേർഡായിട്ട് എപ്പോഴെപ്പോഴും കാണുന്നതല്ലാത്ത ഒരു ഐറ്റം. ഇതാ അടുത്തത് ഓനിയൻ വിത്ത് ഒരു സഫയർ ബ്ലൂ. ഇവിടെ സഫയർ ബ്ലൂവിൻ്റെ തന്നെ ബോർഡർ ത്രെഡ് വർക്ക് പോയിരിക്കുന്നു. ബ്ലൗസ് അത് കണ്ടോ, നല്ല ഭംഗിയല്ലേ, നല്ല രസമുണ്ട്. ടസറിൻ്റെ ഒറിജിനൽ ടസർ വാങ്ങിക്കാനേ പോരുമെന്ന് ഞാൻ പറയും. സൂക്ഷിച്ച് മനുഷ്യൻ്റെ ഇടപാട്. ഇത് വേറൊരു സാരി, ഇതും മട്ക ടസർ തന്നെയാണ്. ഇത് കട്ട് വർക്ക്, എവർഗ്രീൻ ആയിട്ടുള്ള കട്ട് വർക്ക്. കട്ട് വർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാലവും ഒരു കാലഘട്ടവും ഒരു ആൾക്കാരും ഇല്ല. ഒരു നല്ലൊരു മെജോറിറ്റി ആൾക്കാരും, പ്രത്യേകിച്ച് ഞാൻ ഈടെയും പറഞ്ഞു, ഞങ്ങളുടെ കാരപ്പള്ളി സൈഡിലൊക്കെ ഇതിനൊക്കെയാണ് ഡിമാൻഡ് കൂടുതൽ. ഇതാ ബോഡി ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ ദിവസം വേറൊരു സാരി കാണിച്ചായിരുന്നു. അത് കട്ട് വർക്കല്ല, എംബ്രോയ്ഡറി വർക്കായിരുന്നു. ഇത് താഴത്തെ ബോർഡർ, ഇത് കണ്ടോ, കട്ട് വർക്ക് വിത്ത് എംബ്രോയ്ഡറി വർക്ക്, മട്ക ടസർ. ബോഡി ഓൾ ഓവർ ബോഡി ഇങ്ങനെ ഫുള്ള് അങ്ങനെ തന്നെയാണ്. മുന്താണി പ്രത്യേകിച്ച് ഒരു മുന്താണി എന്ന് പറഞ്ഞില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആ ഒരു ഇത് ചെയ്തിരിക്കുന്ന അത് ഇതാണ് മുന്താണിയായിട്ട് വരുന്നത് കണ്ടോ. ഇങ്ങനെ വരും മുന്താണി. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ചെറിയ ഗോൾഡൻ സെറി പോലില്ലേ അതുണ്ട്. ഇനി വേണമെങ്കിൽ ഈ ഒരു പോയിരിക്കുന്ന ഒരു വടാമുല്ല ഷെയ്ഡിലുള്ള വർക്കാണ് അത്. ബ്ലൗസ് വേണമെങ്കിൽ ഇടുവാണെങ്കിലും നല്ലതാണ്. ഇനി വേറൊരു അടിപൊളിയായിട്ടുള്ള മൽച്ചന്തേരിയുടെ ഒരു ഫാബ്രിക്ക് ഉണ്ടോ. ഇതാണ് താഴത്തെ ഈ മാംഗോ ഡിസൈൻ വരുന്ന എംബ്രോയ്ഡറി വർക്ക്. മുന്താണി ഉണ്ടോ, ആ ഒരു ബോർഡർ വലുതായിട്ട് ചെയ്തിരിക്കുക, അതാണ് മുന്താണി ഉണ്ടോ. ഈ ഒരു സാധനം ഇല്ലേ, ഈ മാംഗോ ഡിസൈൻ അത് ചെറിയതായിട്ട് ചെയ്തിരിക്കുന്നതാണ് ബോർഡർ. ഇത് വലുതായിട്ട് മുന്താണി ചെയ്തിരിക്കുക. ആ സ്റ്റൈലല്ലേ, നോക്ക് നിങ്ങൾ. ക്രീം ഷെയ്ഡ്, ഇത് ക്രീം ഷെയ്ഡ്. എന്നിട്ട് ഇവിടെയോട്ടും ഉണ്ടോ നല്ലൊരു സ്കാലപ്പൊക്കെ ചെയ്ത് നല്ല. അത് ആ സ്കാലപ്പ് ചെയ്തേക്കുന്നതിന് പോലും എന്ത് നീറ്റ് ആൻഡ് വൃത്തിയാണെന്നറിയോ. ഞാൻ തോന്നുന്നല്ലേ നീറ്റും വൃത്തി. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ, സ്കാലപ്പ് ഉണ്ട്, പ്ലെയിൻ. ഇനി ഇതിനകത്ത് നമുക്കിപ്പോൾ ഇത്തരം ഒരു ഗ്രേ ഷെയ്ഡല്ലേ എടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡ്, ഇതിൽ കൂടെ ഇങ്ങനെ പോയിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്, അത് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് വേണമെങ്കിൽ വേറെ എക്സ്ട്രാ വാങ്ങിക്കണം. ഇതിൻ്റെ ബ്ലൗസ് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് ഇട്ടാൽ മതി, നല്ലതല്ലേ. അത് തന്നെ ഇത് വേറൊരു കളറിൽ, ഇത് നല്ലൊരു യെല്ലോ, മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല, മാംഗോ യെല്ലോ എന്നും പറയാൻ പറ്റത്തില്ല, നല്ലൊരു യെല്ലോയിൽ നല്ലൊരു യെല്ലോ. എല്ലാവർക്കും കളറും എല്ലാം ഫീൽ ചെയ്യുന്ന, ഏത് പ്രായക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന സാരീസ് തന്നെ ഞാനിത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഏത് പ്രായത്തിലുള്ളവർക്ക് കൊടുക്കാം. പിന്നെ ചില സാരി പ്രത്യേകിച്ച് ഇച്ചിരി കളർ ടോൺ ഒക്കെ കുറവാണെങ്കിലും, കളർ ടോൺ കൂടുതലാണെങ്കിൽ വെളുത്ത് ഫെയർ ആണെങ്കിൽ നല്ലപോലെ എടുത്ത് തോന്നിക്കും. അല്ലെങ്കിൽ എന്നെടുക്കും കളർ ടോണിനൊന്നും ഒരു കാര്യമില്ല എന്നുള്ള കാര്യമില്ല. പക്ഷെ അവനവൻ്റെ ഒരു തോന്നൽ, നമുക്കിപ്പം ഒരു പബ്ലിക് ഇതിൽ പോകുമ്പം നമുക്ക് നമ്മുടെ എടുത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മോശപ്പെടുത്തി കാണിക്കുന്നത് ഇടാൻ ആരും ഇഷ്ടപ്പെടത്തില്ലല്ലോ. പിന്നെ എല്ലാത്തിലും ഒരു വലിയൊരു കാര്യമുണ്ട്, നമ്മുടെ ആത്മസംതൃപ്തി നോക്കിയാൽ മതി. ചിലരുണ്ട് ഇപ്പോൾ സാരി ഒരെണ്ണം എടുത്തിട്ട് 10 പേരോട് അങ്ങ് ചോദിക്കും, നല്ലതാണോ നീ, ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും ഒരാളെ 9 പേര് നല്ലതെന്ന് പറഞ്ഞാൽ ഒരാൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും മനസ്സിൽ നിൽക്കുന്നത്. മനുഷ്യൻ്റെ സ്വഭാവം. അതുകൊണ്ട് ചോദിക്കാനൊന്നും പോകണ്ട, എനിക്ക് ഓക്കെ ആണോ, ഓക്കെ എന്ന് തന്നെ അങ്ങ് വിചാരിക്കുക. അല്ലാതെ എനിക്ക് ഓക്കെ ആയാൽ മതി, നാട്ടുകാരെ മുഴുവൻ ഓക്കെ ആക്കാൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാം. അതല്ലേ, നാട്ടുകാരെ ഓക്കെ ആക്കാൻ പോയാൽ നമ്മുടെ കാര്യം പോക്കാം. പ്രാസം ഒപ്പിച്ച് പറഞ്ഞു ദേ നോക്കത് എന്നാ രസമെന്നറിയോ. മൽച്ചന്തേരിയുടെ ഫാബ്രിക്, മൽച്ചന്തേരി ആണല്ലോ ഇപ്പം താരം. ഇതാ മുന്താണി കാണിച്ചില്ല എന്ന് വേണ്ട, മുന്താണി ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തതല്ല, ഇത്രയും തിരിച്ചിട്ട് കാണിക്കരുതെന്നല്ല, മുമ്പേ മറ്റേത്തെ കാണിച്ചില്ലേന്നോർത്തേ. ബ്ലൗസ് കണ്ടല്ലോ പ്ലെയിൻ. അപ്പം ഇന്നത്തെ എല്ലാം കാണിച്ചില്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ റിഡക്ഷൻ സെയിലിൻ്റെ സാരീസ് ഓൾമോസ്റ്റ് തീർന്നു. പിന്നെ നമ്മുടെ സെമി ടെസറില്ലേ, സെമി ജൂട്ടില്ലേ, അതിൻ്റെ പ്ലെയിൻ ഇല്ലേ, ബോഡിയെ ബുട്ടായില്ലാതെ പ്ലെയിൻ ബോർഡർ ആയിട്ട് വന്നത്, അത് മാത്രം ശക്കലം സ്റ്റോക്ക് മിച്ചമുണ്ട്. ഒരു ഈ ദിവസങ്ങളിലൊക്കെ ചോദിച്ചാൽ കാണുമായിരിക്കും. പിന്നെ അടുത്ത ദിവസം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നല്ല അടിപൊളി സാരി സിസ്റ്റം പോലെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ സാരിക്ക് വേണ്ടി തന്നെ എക്സ്ക്ലൂസീവായിട്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് ദൈവത്തോട് ആദ്യം അപേക്ഷിക്കുകയാണ്. നടത്തി തരുവാണെങ്കിൽ നടത്തി തരട്ടെ. എൻ്റെ മനസ്സിൽ കുറേ ഡിസൈനർ സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ഇത്രത്തോളം നടത്തിയവൻ ഇനി വഴി നടത്താതിരിക്കുമോ, ഇത്രത്തോളം തന്നവൻ ഇനി തരാതിരിക്കുമോ, പിന്നെന്തിനാ നമ്മളിത് ഒന്നിനെ പറ്റി ആവലാതിപ്പെടുവോ വ്യാധിപ്പെടുവോ ഒന്നും വേണ്ട. പിന്നെ മനുഷ്യനല്ലേ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലൈമറ്റിൻ്റെ ചേഞ്ച് പോലും നമ്മുടെ ശരീരത്തെ ബാധിക്കാൻ ചില സമയത്ത്. സാരമില്ല, നാളെ ശരിയായിക്കോളും. താങ്ക് യു.